ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് മസാലയൊന്നും വഴറ്റാതെ മാവൊന്നും കുഴക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ്സായ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ പാനിൽ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പരത്തി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലേ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഈ ചിക്കൻ കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഷ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതും, പിന്നെ സ്പ്രിംഗ് ഒനിയൻ പൊടിയായി അരിഞ്ഞതും, കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ പുഴുങ്ങി അടച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഷ്രെഡ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നത് ബ്രെഡിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ 4-5 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ബ്രെഡ് ക്രംസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് ഈ ബ്രെഡ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് ഇത് പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല. പരത്തിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് ഈ ബ്രെഡിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇനി ഒരു ഐസ് സ്റ്റിക്ക് കൂടി ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ഫില്ലിങ്ങൊക്കെ ഈ ബ്രെഡിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും ഉപ്പും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഈ റോൾ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ബാറ്റർ ആവാത്ത സ്ഥലത്തൊക്കെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ല പോലെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ മുഴുവൻ റോളും ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഈ റോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോപ്സിക്കിൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.